ഹലോ, വെൽക്കം ടു ദി സുന്ദരു ഷോ. അപ്പം നമ്മൾക്കിന്ന് ഓഷ്യാനസ് ചാലിയം കാണാൻ പോയാലോ? പേരൊന്നും കേട്ട് പേടിക്കണ്ട. ഇത് കോഴിക്കോട്ടുകാരുടെ സ്വന്തം ചാലിയം പുളിമുട്ട് അഥവാ പുലിമുട്ട്. ഈ വെട്ടവും വെളിച്ചവും ഇല്ലാത്ത സമയത്താണോ ഇതൊക്കെ കാണാൻ പോകുന്നേ എന്നല്ലേ നിങ്ങളൊക്കെ ആലോചിച്ചത്? പക്ഷെ അതിനൊരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഉറങ്ങാത്ത നഗരമായ കോഴിക്കോടിൽ നമ്മൾ ഇതൊക്കെ ഇരുട്ടത്ത് കാണുന്നതിൻ്റെ ഒരു ഭംഗി വെളിച്ചത്ത് കാണുമ്പോൾ കിട്ടുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഭംഗി ഉണ്ടാവാതിരിക്കും, പക്ഷെ ഇരുട്ടാകുമ്പോൾ അതിനൊരു സ്പെഷ്യൽ വൈബാണ്, പ്രത്യേകിച്ച് ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ. നാട്ടിൽ വന്നാൽ എങ്ങനെയെങ്കിലും ഈ സ്ഥലങ്ങളിലൊക്കെ കാണാൻ പോകാൻ ഞങ്ങൾ ശ്രമിക്കും. ബാംഗ്ലൂരിൽ പോയാൽ പിന്നെ അവിടെ ബീച്ചില്ലല്ലോ, അപ്പം പിന്നെ കാണണമെങ്കിൽ നാട്ടിൽ വന്നാൽ മിസ് ചെയ്യാതെ കാണണം. ഇവിടെ വരുന്നതിന് പ്രത്യേകിച്ച് കാരണമുണ്ട്, അത് ഞാൻ പിന്നെ പറയാം. എന്തായാലും ബീച്ചിലെ വെള്ളത്തിൽ കളിക്കുന്നത് മാത്രമല്ല ഞങ്ങളുടെ ഉദ്ദേശമെന്ന് മാത്രം ഇപ്പം മനസ്സിലാക്കുക. ഇവിടെ ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല, നല്ല തിരക്കുണ്ട്. ഒരുപാട് കുടുംബങ്ങൾ, ഒരുപാട് ചെറുപ്പക്കാർ, ഒരുപാട് കുഞ്ഞുമക്കൾ. ഈ ഇംഗ്ലീഷിൽ പറയുന്ന പോലെയുള്ള ലോൺലിനെസ് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇവിടെ ഇല്ല. അല്ലെങ്കിലും ഇത് കോഴിക്കോടാണ്. ഇവിടെ നിങ്ങൾ ആരും ഒറ്റയ്ക്കാക്കിയില്ല. എപ്പോഴും ആരെങ്കിലും ഒന്ന് പുഞ്ചിരിക്കാനെങ്കിലും ഇവിടെ ഉണ്ടാവും. ഇതാ ഈ കാണുന്നില്ലേ, ഈ കാണുന്നത് ബേപ്പൂർ പുലിമുട്ടാണ്. അത് പിന്നീട് ഒരിക്കൽ ഞങ്ങൾ പോവുകയാണെങ്കിൽ കാണിച്ചു തരാം. ഒന്നും കൂടി. ഇപ്പൊ ഒന്നും കൂടെ വെട്ടവും വെളിച്ചമൊക്കെ വന്നു അല്ലേ? ഈ കാണുന്നതെല്ലാം ഷോപ്പുകളാണ്. നമ്മൾക്ക് ഇഷ്ടമുള്ള ഈ എന്താ പറയുക, കാടമുട്ട ഫ്രൈ, ഗ്രീൻ പീസ്, കോണ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വിൽക്കുന്ന നല്ല കടകൾ. ഇതാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വരാനുള്ള യഥാർത്ഥ കാരണം. നമ്മൾക്കും വീട്ടിലൊക്കെ ഉണ്ടാക്കാവുന്ന സാധനങ്ങളാണ് ഈ ഗ്രീൻ പീസ് അല്ലെങ്കിൽ കാടമുട്ട ഫ്രൈ എല്ലാം. പക്ഷേ അതൊക്കെ ഇവിടെ നിന്ന് വാങ്ങി ഈ കടൽക്കാറ്റും കൊണ്ട് ഈ കടലും നോക്കി നിന്നിങ്ങനെ കഴിക്കുമ്പോഴുള്ളൊരു സുഖമുണ്ടല്ലോ എൻ്റെ മത്തായിച്ച, അതൊന്ന് വേറെ തന്നെയാണ്. തല തിരിഞ്ഞു പോയല്ലോ ഇത്. ഇപ്പം ശരിയായി. ഇതൊക്കെ കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം ഊർന്നില്ലേ? ഇതൊക്കെ കാണുമ്പോൾ ഒരു വിഷമം തോന്നും. ഇതൊക്കെ വിട്ടിട്ടാണല്ലോ നമ്മൾ വേറൊരു സ്ഥലത്ത് പോയി നിൽക്കുന്നതെന്ന്. പക്ഷെ ഒരു സമാധാനമുണ്ട്, നമ്മൾക്ക് എപ്പോൾ വരണമെന്ന് ദൂരത്താണല്ലോ. അപ്പം എല്ലാം ഇതൊക്കെ കാണുമ്പോൾ എങ്ങനെയാ വേണ്ടെന്ന് ചോദിക്കുക അല്ലേ? പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ കാടമുട്ട. ഇതും വളരെ അടിപൊളി ടേസ്റ്റ്. ഇതാണ് ചിക്കൻ പൊട്ടിത്തെറിച്ചത്. പിന്നെ ഇത് ഞങ്ങളെ സുന്ദര കുട്ടപ്പൻ. ഇതെല്ലാം ബീച്ചിന്റെ മുൻപിൽ ഒരുക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. വളരെ നല്ലൊരു സെറ്റപ്പ്. കുട്ടികൾക്ക് കളിക്കാനുള്ള ടോയ് കാറുകൾ, പിന്നെ കുട്ടികളുടെ ചെറിയ കളിപ്പാട്ടങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ, വണ്ടി പാർക്കിംഗ്, അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങളൊക്കെയുള്ള ഒരു സ്ഥലം. To my little job, and I find some peace in the stations that I throw on, but I wish there was a song with your name. പിന്നെയും വന്നു കോണ്, കല്ലുമ്മക്കായ് ഫ്രൈ, ഗ്രീൻ പീസ്. ഇതൊക്കെ എങ്ങനെ വിട്ടിട്ട് പോവല്ലേ? അങ്ങനെ വീണ്ടും കടൽക്കാറ്റൊക്കെ കൊണ്ട് ഈ വഴി കൂടെ തന്നെ തിരിച്ച് നടന്ന് ഞങ്ങൾ അങ്ങനെ വീട്ടിലേക്ക് പോയി. അപ്പം ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. ഇനി വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരും. അതുവരെ ബൈ.